നമസ്കാരം. കോൺഗ്രസ് ഇപ്പോൾ വളരെ അച്ചടക്കശീലമുള്ള ഒരു പാർട്ടിയായിരിക്കുന്നു കേട്ടോ. വേറൊന്നുമല്ല, നമുക്ക് ഓർമ്മയുണ്ടാകും, കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് DCC ഉദ്ഘാടനത്തിനിടയിൽ ചോട്ടാ നേതാക്കന്മാർ തമ്മിൽ ഇടിയും മുട്ടും തിരക്കും എല്ലാം കൂടെ കൂട്ടി ഈ ക്യാമറയ്ക്ക് മുന്നിൽ പെടാനുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ, അത് പത്രത്തിലായാലും ചാനലിലായാലും ഫോട്ടോ വരാനും പേര് വരാനും ഒക്കെയുള്ളൊരു മത്സരം. അത് കാരണം ശരിക്ക് പണി കിട്ടി. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് കോഴിക്കോട് DCC നേതൃത്വം ഒരു തീരുമാനമെടുത്തു. ഇനി മുതൽ കോൺഗ്രസ് നേതൃത്വം മാത്രമല്ല, ഈ പറഞ്ഞ പോലെ AICCയിൽ നിന്നുള്ള തീരുമാനമാണ്. എനിക്കൊന്ന് KC വേണുഗോപാലിന് ഒരു ബുദ്ധി ഉദിച്ചു. കാരണം അടുത്ത ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ്. ഇങ്ങനെ കൂട്ടെ അടിയും തല്ലും തിരക്കും അല്ലാതെ തന്നെ മൊത്തത്തിൽ അടിയാണ്. അതിനു പുറമെ പത്രത്തിലും ചാനലിലും മുഖം കാണാനുള്ള തിരക്കും കൂടി ആയാൽ ജനങ്ങൾക്കിടയിൽ അല്ലാതെ തന്നെ നല്ല ഇമേജ് ആണല്ലോ കോൺഗ്രസ്സിന്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും AICCക്ക് ഈ ഉണ്ടിരുന്നപ്പോൾ വെളിപാട് തോന്നുക എന്ന് പറയില്ലേ, ഉണ്ടിരുന്ന നായർക്ക് ഒരു വെളിപാട് തോന്നി എന്ന് പറഞ്ഞ വേണുഗോപാൽ സാറാണെന്ന് തോന്നുന്നു, അതോ ഇനി രാഹുലോ ആർക്കാണോ, എന്തായാലും ശരി, അവർക്കൊരു വെളിപാട് തോന്നി. കോൺഗ്രസ്സിലൊരു അച്ചടക്കം വേണം. നല്ല കാര്യം. കാരണം ഇപ്പോഴെങ്കിലും അവരത് ഓർത്തല്ലോ. അങ്ങനെ ഇനി തീരുമാനമായി, ഇതുപോലെ കോൺഗ്രസിൻ്റെ സമ്മേളനങ്ങളിൽ അല്ലെങ്കിൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കേണ്ട ആൾക്കാരെ മാത്രം വേദിയിലേക്ക് വരുത്തുക. എന്നിട്ട് ആ കസേരകളിൽ ആ പങ്കെടുക്കുന്നവരുടെ പേര് മാത്രം രേഖപ്പെടുത്തി വയ്ക്കുക. പേര് രേഖപ്പെടുത്തിയ നേതാക്കൾ മാത്രം കസേരയിലിരിക്കുക. പിറകെ ആരുടെയും ശില്പന്തികളുടെയോ പിണിയാളുകളുടെയോ ആവശ്യമില്ല. അങ്ങനെ തീരുമാനമെടുത്തതോടുകൂടി കോൺഗ്രസ് അല്ലേ അതൊക്കെ നടക്കുമോ എന്ന് ചിലർ ഭയന്നു. എന്തായാലും അത്ഭുതമെന്ന് പറയട്ടെ, ഇന്നലെ കോൺഗ്രസിൻ്റെ ഒരു കാർഷിക കോൺക്ലേവ് നടന്നു കോഴിക്കോട്. അവിടെ വളരെ സമാധാനശീലരായി അച്ചടക്കത്തോടെ പാർട്ടിസിപ്പേറ്റ്സ് മാത്രം, അതായത് പങ്കെടുക്കേണ്ട നേതാക്കൾ മാത്രം പങ്കെടുത്തു. എന്ത് നല്ല കാര്യമല്ലേ. ഇങ്ങനെ ഈ അച്ചടക്കം മറ്റുള്ള എല്ലാ മേഖലയിലും കോൺഗ്രസ് നടത്തുകയാണെങ്കിൽ 100% ഉറപ്പ് നമ്മുടെ പിണറായി ഭരണത്തിനെതിരെ ചിലപ്പോൾ കോൺഗ്രസ് വന്നേക്കാം. ഈ അച്ചടക്കം എല്ലാവരിലേക്കും എത്തിയാൽ, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ അതുണ്ടാകുമോ? അതാണ് രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണക്കാരും കരുതുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം, ചിലപ്പോൾ അത്ഭുതം സംഭവിച്ചാലോ.